ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു സാമന്ത രാജാവ് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഗവർണർ മാത്രമല്ല, തമിഴ്നാട്ടിലെ ഗവർണർ നേരത്തെ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഗവർണർ കുറേ ഷോ ഓഫൊക്കെ കാണിച്ച് കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി ചില പ്രയോഗങ്ങളൊക്കെ നടത്തി മാധ്യമപ്രവർത്തകരോട് ഷൗട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഷോ ആയിരുന്നു. അദ്ദേഹം പ്രകടനപരത വളരെ കൂടുതലായിരുന്നു. എന്നാൽ അതേസമയം തമിഴ്നാട് ഗവർണർ ആർ എൻ രവി അദ്ദേഹം വളരെ സൈലൻ്റായി, ഇത് വേറെ ഇത്തരത്തിലുള്ള ഷോ ഓഫൊന്നുമില്ല, ഈ പ്രകടനപരതയൊന്നുമില്ല, വളരെ കൃത്യമായി RSS അജണ്ട നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ആനന്ദ് ബോസ് ബംഗാളിലും അത് തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള ഗവർണർ ഈ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അപകടകാരിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കുറേ ഈ പറയുന്ന പ്രകടനപരതയും മറ്റുമൊക്കെ വെച്ച് ഇതെന്തോ ഉണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി ഈ സംഘ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ, കാരണം കേരളത്തിൽ വളരെ കൃത്യമായും അതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമീപനമുണ്ട്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചരിത്ര ഭാഗങ്ങൾ വെട്ടിമാറ്റി. പക്ഷെ കേരളം തീരുമാനിച്ചു അത് ഇവിടെ പഠിപ്പിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇവരെടുക്കുന്ന തീവ്ര ആശയങ്ങൾ, ഹിന്ദുത്വ, വർഗീയത, അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടെടുക്കുന്ന സംസ്ഥാനമാണ് കേരളം.